ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നട്ടപ്പാതിരേക്ക് ഇൻട്രോ ഒക്കെ എടുക്കുന്നു, പക്ഷെ പാതിര അല്ല, വെളുപ്പിനെ. എനിക്ക് കണ്ണ് കാണത്തില്ല, എന്നെ ഒന്ന് കണ്ടുപോകാൻ. ഇപ്പം സമയം 4:45 എരുമേലി ചെല്ലണം. ഞങ്ങൾ ഇന്ന് കൊട്ടിയൂർക്ക് പോകും. കണ്ണൂര് 2 ദിവസത്തെ സംഭവമാണ്. ആ വഴി വേറെ എവിടെയെങ്കിലും ഒക്കെ കയറാൻ അറിയത്തില്ല. ട്രാവലറിനാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ എനിക്ക് നാട്ടുകാരുടെ ഒപ്പമാണ് ഞങ്ങൾ പോകുന്നത്. അതിൻ്റെയൊക്കെ യാത്രയും വിശേഷങ്ങളൊക്കെ കാണാം. മഞ്ഞ ചന്ദന കോട്ടയത്തൊരു മൂത്ത പിള്ളേറ്റൻ 90 കഴിഞ്ഞ കൊക്കന്റെ കെട്ടാൻ പോണിഞ്ഞു കൊണ്ടുറക്കമായോ എത്ര മാർക്ക് കൊടുക്കാം ഈ ഗാനത്തിന്? 100 out of 100. ഇയാളുടെ ബുദ്ധിയാണ് ബുദ്ധി. നമ്മൾ പോകുന്നത് കോഴിക്കോടാണ്. 12:30 സമയമായതേ ഉള്ളൂ. വിശക്കുന്നില്ല, അതുകൊണ്ട് 2 കോഴി മാത്രം മേടിച്ചോളൂ. ഇതൊക്കെ കേൾക്കുന്നുണ്ടാണ്. ഇത് ചുമ്മാ മേടിക്കുന്ന പ്രഹസനം മാത്രം, കൈക്ക് വരാം. വടകര അത് അടുത്ത സാധനം കൊണ്ട് വരുന്നുണ്ട്. കണ്ടോ, കണ്ടോ, അതൊരു ബ്രാൻഡ് കട. അപ്പറ ഫുള്ള് വന്ന് വൈക്ക് മൊത്തം ബ്രാൻഡ് കടകളായിരുന്നു. സ്ഥലത്തിന്റെ പേര് മഹി. ഞങ്ങളിപ്പോ ഒരു റൂമിൽ വന്നേക്കാണ്. മട്ടന്നൂര് ഒരു റൂമിൽ വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യം വന്നപ്പോ തന്നെ ഞാൻ ഫോൺ കുത്തിയിട്ടുണ്ട്, കാരണം ഫോണ് ചാർജ് ചെയ്യണം. വേണ്ട വന്ന പാടെ ഒരാൾ കയറി കിടന്നിട്ടുണ്ട്. ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിട്ട് ഇപ്പൊ റൂമിൽ എത്താണ്. അതിന് ഞങ്ങൾ നേരെ പോകുന്നതായിരിക്കും. ഫൈനലി കൊട്ടിയൂർ. ഇനി ഞാൻ ഇവിടുത്തെ വിശേഷങ്ങൾ കാണിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് നടക്കണം. ഞങ്ങൾ ചെരുപ്പ് കൂടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരാണ് ഓടപ്പൂവ്. ഇവിടുന്ന് കല്ലെടുത്തിട്ട് ഇങ്ങനെ ഒലച്ച് ഇങ്ങനെ കുങ്കുമത്തിടാറുണ്ട്. കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം മഹാദേവനെയും സതീദേവിയെയും കുറിച്ചുള്ളതാണ്. സതീദേവിയുടെ പിതാവായ ദക്ഷൻ ഒരു വലിയ യാഗം നടത്തി. പക്ഷേ മഹാദേവനെ അതിലേക്ക് ക്ഷണിച്ചില്ല. മഹാദേവൻ പോകണ്ടെന്ന് പറഞ്ഞെങ്കിലും അച്ഛന്റെ യാഗമല്ലേ എന്ന് കരുതി സതീദേവി അവിടെ പോയി. പോകുന്നതിന് മുമ്പ് അവിടെ മഹാദേവനെ അപമാനിച്ചാൽ ഞാൻ തിരികെ വരില്ല എന്ന് സതീദേവി പറഞ്ഞിരുന്നു. യാഗസ്ഥലത്ത് എത്തിയപ്പോൾ ദക്ഷൻ മഹാദേവനെ അപമാനിക്കുന്നത് സതീദേവി കണ്ടു. അത് സഹിക്കാനാകാതെ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവൻ വെടിഞ്ഞു. ഈ വാർത്ത അറിഞ്ഞ മഹാദേവൻ അത്യന്തം കോപിച്ച് വീരഭദ്രനെ സൃഷ്ടിക്കുകയും യാഗം നശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് മഹാദേവന്റെ കോപവും ദുഃഖവും ശമിപ്പിക്കാൻ ദേവന്മാർ ഇവിടെ യാഗം നടത്തിയെന്നാണ് വിശ്വാസം. ആ പുണ്യഭൂമിയാണ് ഇന്നത്തെ കൊട്ടിയൂർ. അപ്പൊ നമ്മൾ ഏതാ തൊഴുത് ഇക്കര കൊട്ടിയൂർ തൊഴുതു. ഇനി ഇക്കര കൊട്ടിയൂർ തൊഴാൻ വേണ്ടിട്ട് എന്നെ ഇത് കണ്ടോ, കാണിക്കുന്ന കണ്ടോ? എപ്പോഴും ഓരോ അഭിപ്രായം കിട്ടുന്നുണ്ട്. കിട്ടിയത് കണ്ടോ?